നിങ്ങൾ ഇതുവരെയായിട്ട് ഒറ്റ ഏഷ്യൻ ഡ്രാമാസ് പോലും കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ കുറേ ആയിട്ട് കേൾക്കുന്നു ഈ കൊറിയൻ ഡ്രാമാസ്, ചൈനീസ് ഡ്രാമാസ് പറഞ്ഞിട്ട് കുറേ നിങ്ങൾ ആൾക്കാരിൽ നിന്ന് പറഞ്ഞു കേൾക്കണം. അപ്പോൾ നിങ്ങൾക്കും കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഏത് കാണണം, ഫസ്റ്റ് ഏതിൽ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ടിലാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ടൈമേഴ്സിന് വേണ്ടി ഒരു 3 ഡ്രാമ റെക്കമെൻഡേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് 3 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് തന്നെയാണ് കേട്ടോ, കൊറിയൻ, ചൈനീസ്, ജാപ്പനീസ്. ആദ്യത്തെ ഡ്രാമ കൊറിയൻ ഡ്രാമ, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫാരി കിം ബോക് ചു. ഇതാണ് ഡ്രാമ നെയിം. ഇതിലത്തെ ക്യാരക്ടർ നടി കിം ബോക് ചു. ആ പേര് പോലെ തന്നെ അവളൊരു വെയ്റ്റ് ലിഫ്റ്ററാണ്. സോ അവളൊരു ദിവസം ഒരു ഡോക്ടറിനെ കണ്ട് ഇഷ്ടപ്പെടുകയാണ്. ബട്ട് ഇതിൻ്റെ ഇടയിൽ അവളൊരു ചൈൽഡ് ഫ്രണ്ട് കൂടി കയറി വരികയാണ്. സോ പിന്നെ അവിടെ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിലൂടെയാണ് അവളുടെ ഡ്രീംസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതും പിന്നെ റൊമാൻസ് വരുന്നതും. സോ അങ്ങനെയാണ് ആ കഥ പോകുന്നത് മുന്നോട്ട്. സോ അല്ലാണ്ട് ഫസ്റ്റ് ടൈമേഴ്സിന് പറ്റിയൊരു ഡ്രാമയാണ് ശരിക്കും. ഇത് കോമഡി ഉണ്ട്, റൊമാൻസ്, പ്ലോട്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ചൈനീസ് ഡ്രാമ നോക്കാം. പേര് ലവ് O2O. O2O ഓൺലൈൻ ടു ഓഫ്ലൈൻ എന്നാണ് പറയുന്നത്. ഒരു ഓൺലൈനിലൂടെ പരിചയപ്പെടുന്ന 2 പേര്, അത് അവർ പിന്നെ ഓഫ്ലൈനായിട്ട് പിന്നെ അവർ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു, നമ്മൾ പിന്നെ നേരിട്ട് ഇന്ന സ്ഥലത്ത് കാണാം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് ഈ ഡ്രാമ. അവർ രണ്ടുപേരും ഒരു ഗെയിമിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഗെയിമിലൂടെ പരിചയപ്പെട്ട് പിന്നെ അവർ നേരിട്ട് കാണുന്നു, പിന്നെ അവിടുന്ന് അവർ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇതിൽ വേറെ പ്രത്യേകിച്ച് അങ്ങനെ അത്ര കോമഡി ഒന്നുമില്ല. ഒരു ഫുള്ളി പക്ക റൊമാൻസ് ഡ്രാമയാണ്. പ്ലസ് ഗെയിംസും ഉണ്ട്. കാരണം ഒരു ഗെയിമിലൂടെ പരിചയപ്പെടുന്ന കാരണം ഒരു ഗെയിംസിൻ്റെയും കൂടിയും ഉൾപ്പെടുന്ന രീതിയിലാണ് ഈ ഡ്രാമ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഫസ്റ്റ് ടൈമേഴ്സിന് അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റിയൊരു ഡ്രാമ തന്നെയാണ്. ഫുള്ള് റൊമാൻസ് ആട്ടോ, പക്ഷേ എന്നാലും രസമാണ്, കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. നെക്സ്റ്റ് ജാപ്പനീസ് ഡ്രാമ, ആൻ ഇൻക്യൂരബിൾ കേസ് ഓഫ് ലവ്. ഇതും സത്യം പറയുകയാണെങ്കിൽ നല്ല കോമഡി ഡ്രാമ കേട്ടോ. ഇതിലത്തെ നടി അവളെന്ന് വെച്ചാൽ അവൾ ഒരു ഡോക്ടറിനെ കണ്ട് ഇഷ്ടപ്പെട്ടാണ്. അത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റും കൂടിയാണ്. കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടർക്ക് വേണ്ടി അവൾ നേഴ്സിംഗ് പഠിക്കാൻ പോവാണ്. ആ ഡോക്ടറിന് വേണ്ടി മാത്രം, ആ ഡോക്ടറിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ നേഴ്സിംഗ് പഠിക്കുകയാണ്. നേഴ്സിംഗ് പഠിച്ച ആ ഡോക്ടർ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, അവൾ അവിടെ കയറി പറ്റുകയാണ്. പിന്നെ അവിടുന്ന് തുടങ്ങുന്ന കഥയാണ്. അപ്പോൾ അവിടെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ എന്താ പറയുക, അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്ത കഥകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 3 ഡ്രാമയും ഒട്ടും കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈമേഴ്സിന് പറ്റിയൊരു ഡ്രാമ തന്നെയാണ്. സോ ഈ 3 ഡ്രാമ ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമേഴ്സ് മാത്രമല്ല കേട്ടോ, ഈ ഞാൻ പറഞ്ഞപ്പോൾ ഈ 3 ഡ്രാമ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ഒരു എന്താ പറയുക, കുറച്ച് നേരത്തേക്ക് നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ ഡ്രാമാസാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു പോകുന്നത്.